ഏകദേശം 30ഓളം ദിവസം നീണ്ടു നിന്ന പാറ്റ പാർട്ടി, അത് ഉണ്ടായിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. പാർട്ടിയല്ല, ഒരു ഫോറം, ഒരു പ്ലാറ്റ്ഫോം. BJPയുടെ അതികായകൻ നരേന്ദ്രമോദിയെ മുട്ടുകുത്തിച്ചു. അമിത്ഷായുടെ വെടിനീർത്ത കൈ കൊടുത്തു. അപ്പൊ ആലോചിക്കേണ്ട പല വിഷയങ്ങളുണ്ട്. ഓരോന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എങ്ങനെയാണിത് വീഴുന്നത്? ആദ്യം മനസ്സിലാക്കുക, ജനാധിപത്യ ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പാർലമെന്റിലെ സീറ്റുകളും അവരുടെ പാർട്ടിയുടെയും ഹിന്ദുത്വയും മണ്ണാങ്കട്ടയും ഒക്കെ ഉണ്ട്. അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. പക്ഷെ അതുപയോഗിച്ച് ബുൾഡോസ് ചെയ്യാൻ ശ്രമിക്കരുത്. ഇതാണ് ആദ്യത്തെ പാഠം. അപ്പൊ അവർക്ക് കൂട്ടായിരുന്ന ഈ ഗോദി മീഡിയ എവിടെ പോയി? അർണബ് ഗോസ്വാമിയും സുധീർ ചൗധരിയും രാഹുൽ കൻവാലും ഇതേപോലെയുള്ള എത്രയോ മീഡിയ ഹൗസുകൾ ഡൽഹിയിൽ എവിടെ പോയി? ചോദ്യം നമ്പർ 1, എവിടെ പോയി? അവർ ഇത്രമാത്രം വലിയ ക്യാമ്പയിൻ നടത്തി മോദിക്ക് അനുകൂലമായിട്ട്, പാറ്റകൾക്കെതിരെ നടത്തി. ഗോദി മീഡിയ, ഹിന്ദി മീഡിയ, അവർ ഓരോന്നായിട്ട് നടത്തി. എന്തുകൊണ്ടാണിത് എഫക്റ്റീവ് അല്ലാത്തതിൻ്റെ കാരണം എന്താ? അതായത് ജനങ്ങൾക്കൊരു പരിധി വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല. കാരണം അവരുടെ മുമ്പിൽ പലത് സത്യമായിട്ട് വരും. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഈ ഗോദി മീഡിയ പറഞ്ഞത് ഇന്ത്യയിലുള്ള വലിയൊരു പക്ഷവും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ ശത്രുവാണ് പാകിസ്ഥാൻ. എന്താണ് ഉണ്ടായെന്ന് എല്ലാവർക്കും അറിയാം. മോദിയുടെ ബ്ലണ്ടറാണ് ഉണ്ടായെന്ന് എല്ലാവർക്കും അറിയാം. ഈ സംഭവം നിങ്ങൾ ഉദ്ദേശിക്കരുത് ഇന്ത്യയിലുള്ളവര് ഈ ഗോദി മീഡിയ കണ്ട് വിശ്വസിക്കുന്നവരാണ്. ആ ഒരു ധാരണ മാറ്റിയേക്കുക. ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് ഈ പറയുന്ന പോലെ രാഷ്ട്രീയമൊന്നുമില്ല. ഞാൻ പറയുന്ന വളരെ സത്യം. അവർക്ക് ഈ രാഷ്ട്രീയമൊന്നുമില്ല. അവർക്ക് അവരുടെ ഫ്യൂച്ചർ, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും, ഇത് മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ ഞാൻ ഈ പറയുന്ന ഏജ് ഉണ്ട്, 18 മുതൽ 35-40 വരെയുള്ള, അവർക്കും കൺസേൺഡ് ആണ് ഇഷ്യൂ. മോദി പറയുന്നത് മുഴുവനും കള്ളമാണ്. ടേക്ക് ഇറ്റ് ഫ്രം മീ. അയാൾ ഈ പറയുന്ന ഓരോന്ന് എടുക്കുക. മുഴുവനും എഴുതി വായിക്കുന്ന നരേറ്റീവ്സും കള്ളങ്ങളും മാത്രമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം അൺട്രസ്റ്റിലോട്ട് പോവുകയാണ്. യാഥാർത്ഥ്യമാണിത്. അതാണ് ഈ പറയുന്ന സമരം പെട്ടെന്ന് കൂടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ സിറ്റികളിലോട്ട് ഇതങ്ങ് പകർന്നു. ഇന്ത്യയുടെ മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്തില്ല. സോഷ്യൽ മീഡിയയിൽ കൂടാണ് ഇതുണ്ടായിരുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു കാര്യമാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഗവൺമെൻറ് മെറ്റ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഈ പറയുന്ന ട്വിറ്ററുമായിട്ട് അപ്രോച്ച് ചെയ്തു. ഉണ്ടായ സംഭവം അതിനകത്തു നിന്നുള്ള ഒരാൾ തന്നെ പറഞ്ഞത്, പേരൊന്നും പറയുന്നില്ല. ഗുഡ്ഗാവിലെ ഓഫീസിൽ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന അതിൻ്റെ ഒരു മോണിറ്ററി വിങ് ഉണ്ട്. അപ്പം ഗവൺമെൻറ് പറഞ്ഞ് ഈ സംഭവം ഇവർ ചെയ്യുന്ന ഈ പോസ്റ്റിങ്ങും പരിപാടികളും വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന ഈ റിപ്പോർട്ടുകൾ എടുത്ത് മാറ്റണം. ഇൻസ്റ്റാഗ്രാം അത് റെഫ്യൂസ് ചെയ്തു. അവർ പറഞ്ഞു പറ്റത്തില്ല, യങ്സ്റ്റേഴ്സാണ് അവരുടെ മാർക്കറ്റ്. അതിനെ എടുത്തു മാറ്റുവാണെങ്കിൽ ഈ സാധനം പിന്നെ ഇന്ത്യയിൽ അത് ബ്ലോക്ക് ചെയ്യുന്നതാണ്. അതായത് ഗവൺമെൻറ് ഇതൊക്കെ ബാൻ ചെയ്തേര്. അത് ഗവൺമെൻറ് ഇത് ബാൻ ചെയ്താൽ ഗവൺമെൻറ്റിന് മനസ്സിലാവും, അതോടുകൂടി ഇവർ കൈ ഇത് പിടിച്ചാൽ കിട്ടുമോ ഈ സാധനം. അപ്പോഴാണ് അവർ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന മോദി ഗവൺമെൻറ്റിനോട് പ്രധാനമന്ത്രി ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം റീലുമായിട്ട് വരിക. അങ്ങനെയാണ് മോദി റീലുമായിട്ട് എത്തിയത്. ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം. ഇനി അടുത്ത ഏറ്റവും വലിയ തമാശ, ഈ ഗ്ലോബൽ മീഡിയ, കാരണം എനിക്ക് പരിചയമുള്ള പല ആൾക്കാരെ എൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഈ സംഭവം ഉണ്ടായി ഇതങ്ങോട്ട് ചൂട് പിടിക്കുന്ന സമയത്ത് ഗ്ലോബലായിട്ടുള്ള മീഡിയ ആൾക്കാർ ഡൽഹി വന്നു. ഇവിടെ ഡൽഹിയിലുണ്ട് ഗ്ലോബൽ മീഡിയയുടെ റിപ്പോർട്ടേഴ്സുണ്ട്, വലിയ വലിയ മീഡിയയ്ക്ക് മാത്രം. പക്ഷെ മറ്റുള്ള മീഡിയയും ഇവിടെ വന്ന് ഇത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇന്ത്യയിലെ ഗോദി മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ ചില റീജിയണൽ മീഡിയ, മലയാളമൊക്കെ റിപ്പോർട്ട്, ഇപ്പോൾ ഏഷ്യാനെറ്റും ഈ പറയുന്ന മനോരമയാണെങ്കിലും News 24 ഒക്കെ റിപ്പോർട്ട് ചെയ്ത്. കാരണം അവർക്കറിയാം അവരുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് കാണുന്നത്, അതായത് ഡെമോക്രാറ്റിക് ഇന്ത്യയിലെ ആൾക്കാരാണ് മലയാളികൾ, DNA എന്ന് പറയുന്നത്. ഇപ്പം ജനൻ TV റിപ്പോർട്ട് ചെയ്യുന്ന പോലെ അവർ റിപ്പോർട്ട് ചെയ്ത് ആ ചാനൽ അടച്ചു പൂട്ടും. അതതിൻ്റെ കാര്യം. കുറേ പേക്കൂത്തുകൾ ഈ പറയുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്.
അതിനെ ആരും ഒന്നും ഈ കാര്യമായിട്ടൊന്നും മാനിക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു ഇങ്ങനെ പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പം എങ്ങനെയാണ് ഈ ഗ്ലോബൽ മീഡിയ റിപ്പോർട്ട് ചെയ്തു, അത് വായിക്കുന്ന ഒത്തിരി പേരുണ്ട്, വിദേശത്തും സ്വദേശത്തും ഒക്കെ ഉള്ളവരുണ്ട്. അപ്പം അതിൻ്റെ ക്ലിപ്പിങ്സ് എടുത്തു, അത് സോഷ്യൽ മീഡിയയിൽ കൂടെ പോയി. ഇത് ഒരു പ്രഹരം തന്നെയായി. അതേപോലെ ഇവിടുത്തെ ഗോധി മീഡിയയ്ക്ക് അവിടെ പോകാൻ പറ്റാതെ കൊനാട്ട് പ്ലേസിൽ വരാൻ പറ്റാത്ത സ്ഥിതിയായി. ആ ജന്തർ മന്ദറിൻ്റെ കാര്യം പെട്ടു, കൊനാട്ട് പ്ലേസിൽ വരാൻ പറ്റാത്ത സ്ഥിതിയായി. അവർ ഐഡിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അടി കിട്ടും, BJP കാരനെ കണ്ടാൽ അടി കിട്ടും. ഒരു ഡൽഹി എന്ന് പറഞ്ഞ സിറ്റി എമിഗ്രൻ്റ് സിറ്റിയാണ്, BJPയുടെ പവർഫുൾ കോട്ടയാണ്. ആ സിറ്റിയുടെ സ്ഥിതിയാണ് ഞാനിത് പറഞ്ഞത്. ഇത് ശരിക്കും ചിന്തിപ്പിക്കാൻ തുടങ്ങി. അതായത് ഇതങ്ങ് പടരാൻ തുടങ്ങി. ഗവൺമെൻറ് എന്തു പറയുന്ന ക്രാക്ക് ഡൗൺ, ഈ ആക്ഷൻ കൊണ്ടൊന്നും പ്രയോജനമില്ലെന്നും പിടികിട്ടി. അതായത് ഇന്ത്യക്കാരൻ്റെ ഒരു ചിന്താഗതിയുണ്ട്, മൂഡ് ഓഫ് ദി നേഷൻ. അത് മോദിക്കെതിരെ അങ്ങായി. അതൊന്നും മോദിയും ഈ BJPയും RSSും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. അതേപോലെ അങ്ങ്, കാരണം ആ ലാത്തി ചാർജ് എല്ലാം എടുത്തങ്ങ് മാറ്റി. ഗവൺമെൻറ് എന്തൊക്കെ പ്ലാൻ ചെയ്യാൻ ശ്രമിച്ചു, പോലീസുകാരൻ ഇഞ്ചേർഡായി, വാഹനങ്ങൾ മറിച്ചിട്ട് എല്ലാം തിരിഞ്ഞ് കത്താൻ തുടങ്ങി. ഈ കൊച്ചി പിള്ളേരെ അടിക്കുന്ന എല്ലാ വീടുകളിലും കുട്ടികൾ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ മകൾ ഈ പാർലമെൻറ്റ് മാർച്ചിൽ പങ്കെടുത്തു. രാവിലെ പോയിട്ട് വൈകിട്ടാണ് വന്നത്. ഈ പാർലമെൻറ്റ് മാർച്ചിൽ ശരിക്കും ആക്റ്റീവായിട്ട് പങ്കെടുത്തു. ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി മാസ്റ്റേഴ്സിന് പഠിക്കുകയാണ്. അപ്പോൾ അതിന് പോകുന്ന തലേ ദിവസം എന്നോട് അവൾ 1000 രൂപ ചോദിച്ചു. കാരണം അവൾ മെട്രോ പാസിലാണ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുന്നത്. അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകണം, അതായത് കിറ്റുകൾ വേണം, മെഡിക്കൽ കിറ്റ് വേണം, ടിയർ ഗ്യാസ് വന്നാൽ അതിനെ പ്രതിരോധിക്കണം, മറ്റുള്ള സ്റ്റുഡൻസ്, കാരണം ഇവരുടെ ഗ്രൂപ്പിനകത്ത് ഏകദേശം 250-300 പിള്ളേരുണ്ട്. അവരെല്ലാം എവിടെ ഓരോരുത്തരും എങ്ങനെ എവിടെ വന്ന് കാണുന്നത്, എങ്ങനെയാണ് നമ്മൾ അസംബിൾ ചെയ്യേണ്ടത്, അതായത് പ്ലാനിങ് ഉണ്ടാക്കുവാണ്. അതാണ് ജെൻസിയെ 76-77 വയസ്സുകാരനായ മോദിക്ക് മനസ്സിലായിട്ടില്ല. ഈ അമിത്ഷാ ഭയങ്കര തന്ത്രശാലി, അമിത്ഷായ്ക്ക് മനസ്സിലായിട്ടില്ല. അവരുടെയൊക്കെ മേളിൽ പറക്കുന്ന സംഭവമായത്. കാരണം അന്ന് എൻ്റെ ഭാര്യ തന്നെ പറഞ്ഞു, ഞാൻ ഈ കൊച്ചിനെ വഷളാക്കുകയാണ്, ഇതിന് പോകാൻ പ്രേരിപ്പിക്കുന്നു. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അവളോട് പോകണ്ട എന്ന് പറഞ്ഞാലും അവൾ പോകും. അപ്പോൾ പിന്നെ തന്നെ ഞാൻ പോകണ്ട എന്ന് പറയുന്നത്. കാരണം അതാണ് ജെൻസി എന്ന് പറയുന്നത്. അപ്പം അതിനെ മനസ്സിലാക്കുക. അവർക്ക് ആ നെറ്റ്വർക്കുണ്ട്. വീട്ടിൽ ഇരിക്കുമ്പോൾ പോലും ഇൻസ്റ്റയിൽ കൂടെ ഓരോന്നും പോസ്റ്റ് ചെയ്യുകയാണ്. ഇതാണ് ഈ മനസ്സിലാക്കേണ്ടത്. ഗോധി മീഡിയ ഒന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ജനാധിപത്യമാണ്. എല്ലാവരുടെയും പിള്ളേരുടെ ഇടയ്ക്ക് തോന്നാൻ തുടങ്ങി, മോദി ജനാധിപത്യം നശിപ്പിക്കും, സ്വാതന്ത്ര്യം നശിപ്പിക്കാൻ പോവുകയാണ്, 2-3 കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരാളാണ്. അതായത് അമേരിക്ക പറയുന്ന സറണ്ടർ ചെയ്യുന്ന ഒരാളാണ്. അത് ഈ പറയുന്ന ലോകം ചുറ്റുന്നതൊക്കെ കള്ളത്തരമാണെന്നും പിടികിട്ടി. അയാൾ ഈ പറയുന്ന വികസനം, ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് കള്ളത്തരമാണെന്ന് പറയാൻ തുടങ്ങി. ഇതാണ് സ്പ്രെഡായത്. ഇതിനെ പ്രതിരോധിക്കാൻ ഈ പറയുന്ന RSSും സംഘപരിവാറും എല്ലാം കൂടെ സ്ട്രീറ്റിൽ ഇറങ്ങിയപ്പം അവനും അടി കിട്ടി. ഇതാണ് ഉണ്ടായ സംഭവം. മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ യുവാക്കളെ, ഞാൻ നേരത്തെ പല ആവർത്തി പറഞ്ഞിട്ട്, ഇന്ത്യൻ യുവാക്കളെ നിങ്ങൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർക്ക് നിങ്ങളെക്കാളും ബോധമുണ്ട്, നിങ്ങളെക്കാളും ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്നവരാണ്. അവർക്കെങ്ങനെ പോകണം എന്നറിയാം. അവരുടെ പ്രതീക്ഷയുണ്ട്. ഗവൺമെൻറ് എങ്ങനെ ആയിരിക്കണം, ഏത് രീതിയിലുള്ള വെൽഫെയറാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഇറക്കാനും അറിയാം. ഒരു കാരണവശാലും മറ്റ് പാർട്ടികളെ പിളർത്തി അവരുടെ MP-മാരെ കൊണ്ടുവന്ന് കൂടുതൽ നമ്പർ കാണിക്കാൻ ശ്രമിക്കരുത്. ഇതൊക്കെ മോദിക്ക് കിട്ടിയ വലിയ പാഠങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മോദിയുടെ ഗീത്തായ്ക്ക് പിടിച്ചാണ് വലിച്ചിറക്കിയത്. അതാണ് ഇന്ത്യയുടെ ചെറുപ്പക്കാർ, ഇന്ത്യയുടെ വിദ്യാർത്ഥികൾ. അപ്പോൾ ഇവിടുത്തെ മീഡിയ ഒക്കെ പറഞ്ഞ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ബംഗ്ലാദേശ് പോലെ ആവർത്തിക്കും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ സമരം ഇവിടെ കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല.
ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. മോദിയെ കൊണ്ടേ ഇത് പോകൂ. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, അതായത് ഡൽഹിയിലുള്ള ആൾക്കാർക്ക് ആദ്യം അഭിനന്ദനങ്ങൾ, അതായത് അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യണം. എല്ലാ ആൾക്കാരും ഇവരെ സപ്പോർട്ട് ചെയ്തു. ലാത്തി ചാർജ് കഴിഞ്ഞപ്പോഴേ ജനങ്ങൾ ഒന്നടങ്കം മുമ്പിലോട്ട് വന്നു. എന്നിട്ട് എന്തൊക്കെയാണ് ഈ പോലീസ് ചെയ്യാൻ ശ്രമിച്ചത്? ഒരു കാര്യം ആലോചിച്ചോണം, മലയാളികൾ, ഗൾഫിലുള്ളവർ, കേരളത്തിലുള്ളവർ അതിഭയങ്കരമായിട്ട് ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റിനെ പിന്തുണച്ചു. ഏറ്റവും കൂടുതൽ ഡൊമിനോസിലും പിസയിലും പിസ ഹറ്റിലും അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഓർഡർ വന്നേക്കുന്നത് ഗൾഫിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നുമാണോ? ഉറപ്പായിട്ടും മലയാളികളാണ്. അതായത് ആവശ്യത്തിന്. അതാണ് മലയാളികളുടെ ദേശീയ ബോധം, മലയാളികളുടെ ജനാധിപത്യ ബോധം. അതൊരു കാരണവശാലും അടിമത്തമല്ല, ജനാധിപത്യ ബോധമാണ്. അതുകൊണ്ടാണ് മലയാളികൾ ദൂരെ നിന്ന്, കാരണം അവർക്ക് ഇവിടെ പങ്കെടുക്കാൻ കഴിയുന്നില്ല, വിദേശത്താണ്. ഏറ്റവും കൂടുതൽ ഈ സമരത്തെ പിന്തുണച്ചത് ഈ പറയുന്ന മലയാളികളെ വിദേശത്ത് നിന്നും. അത് ഏറ്റവും അഭിനന്ദനാർഹമായ സംഭവമാണ് മലയാളികൾ ചെയ്തത്. അത് കണ്ടിന്യൂ ചെയ്യണം. മോദിയെ ഇറക്കി വിട്ടേ ഇന്ത്യക്ക് സമാധാനം ഉണ്ടാവത്തുള്ളൂ. കാരണം ആ രീതിയിലാണ് മോദിയെ കള്ളത്തരങ്ങളും കപടതകളും കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാതാകും. നമ്മൾ അങ്ങനൊരു പരിസ്ഥിതിയിലും ചുറ്റുപാടിലും ജീവിച്ചവരല്ല. നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യം. ജനാധിപത്യം അതിൻ്റെ മൂല്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഹിന്ദുത്വവാദവും വരട്ടുവാദവും അമ്പലവും കള്ളത്തരവും മാത്രം പറഞ്ഞ്. ഇതിൽ ഹിന്ദുക്കൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? ഏറ്റവും കൂടുതൽ പുറകോട്ട് പോയത് ഇന്ത്യയിലെ ഹിന്ദുക്കളല്ലേ ഈ സംഭവം മോദി വന്ന ശേഷം. ഏറ്റവും കൂടുതൽ ഹിറ്റ് കിട്ടിയത് അമ്പലം ഉണ്ടായിക്കൊണ്ട് അവിടുന്ന് മോഷണം നടത്തി. പിന്നെ ഹിന്ദുക്കൾക്ക് എന്ത് നേട്ടമുണ്ടായി? ഇതൊരു പ്രിസൈസായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതേപോലെ തന്നെ മോദിയൊക്കെ പിന്തുണയ്ക്കുന്ന, അതായത് മനസ്സിലാക്കുക, എനിക്കും പിന്തുണയ്ക്കാം, നിങ്ങൾക്കും പിന്തുണയ്ക്കാം. നല്ല കാര്യങ്ങൾ ചെയ്താൽ പിന്തുണയ്ക്കാം. പക്ഷെ മോശമായ കാര്യങ്ങൾ ചെയ്തിട്ട് അതിന് അജണ്ട ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നടങ്കം മുന്നിൽ നിൽക്കണം. അതാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും ഒരു സിറ്റിസൺ റൈറ്റാണ്. ഒരു മനുഷ്യന് ഐഡൻറ്റിറ്റി, ഇന്ത്യക്കാരൻ്റെ ഐഡൻറ്റിറ്റി പാസ്പോർട്ടല്ല. എന്തൊക്കെ തീരുമാനം ഇവരെടുക്കുന്നത് എല്ലാം തമാശയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ദേ ഭാരതം ബില്ല്, ആ ബില്ല്, ഈ ബില്ല് വെറുതെ ഇഞ്ചക്റ്റ് ചെയ്യാണ് ഒരു കാര്യമില്ലാതെ. ഇതൊക്കെ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ വേണ്ടത് ജോബ് ജനറേറ്റ് ചെയ്യണം. ഇവിടെ അടിസ്ഥാന സൗകര്യത്തിനകത്ത് ഇതേപോലെ റോഡുകളും കുളമാക്കരുത്. ഇപ്പോൾ പെട്രോളിനകത്ത് E20 ചേർത്ത് മിക്സ് ചെയ്ത് വിൽക്കരുത്. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അവർക്ക് അവരുടേതായ ഫ്രീഡമുണ്ട്. അതിന് പകരം കള്ളത്തരവും കപടതയും പറയുന്നു. ഇതാണ് ഞാൻ ഈ CJP അതെല്ലാം പൊളിച്ചങ്ങ് അടുക്കി. അതായത് മോദി ബിൽഡ് ചെയ്ത ഒരു സാമ്രാജ്യത്തെ, കഴിഞ്ഞ 12 വർഷമായിട്ട് ബിൽഡ് ചെയ്ത സാമ്രാജ്യത്തെ 5 ദിവസം കൊണ്ട് പൊളിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ CJP നേതാക്കളെ അംഗീകരിച്ചു കൊടുക്കണ്ടേ? അതാണ് കൃത്യമായിട്ട്. അതായത് വീണ്ടും ആവർത്തിക്കുന്ന ഡൽഹി സമരം ലോകത്തിൻ്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പൊളിറ്റിക്കൽ മൈൽ സ്റ്റോണായിട്ടങ്ങ് മാറും. ചരിത്ര സമരം തന്നെയാണ് ഈ സംഭവം നടന്നത്. അതിന് കിട്ടിയ വലിയ മാസീവ് പിന്തുണ. ആ ചെറുപ്പക്കാരനെയും വിട്ടുപോത്തൊന്നുമില്ല. വീണ്ടും ആവർത്തിക്കുന്നത് മോദിയെ കൊണ്ടേ പോകും. അതോടുകൂടി ഈ BJP അങ്ങ് തീർക്കും. ഈ സംഘപരിവാറിൻ്റെ വെടിയും അങ്ങ് തീർക്കും പൂർണ്ണ. കാരണം ഇനിയും പിന്നെ അവർക്ക് ഹിന്ദുത്വം പറയാൻ കൊടുക്കത്തില്ല. കാരണം ഇവിടെയുള്ള ഹിന്ദുത്വ ഈ പറയുന്ന സപ്പോർട്ട് ചെയ്തവർക്ക് മനസ്സിലായി അവരെയാണ് ഏറ്റവും കൂടുതൽ കബളിപ്പിച്ചത്. ഇന്ത്യയെ നശിപ്പിച്ചവരാണിവർ. അതായത് ഇന്ത്യയെ കെട്ടിപ്പടുത്തവരല്ല. ഇന്ത്യയെ കെട്ടിപ്പടുത്തിയ നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് മാത്രമാണ്. അത് നശിപ്പിക്കാൻ ശ്രമിച്ചു മോദിയും കൂട്ടരും സംഘപരിവാറും. പക്ഷേ ഇന്ത്യയിലെ ചെറുപ്പക്കാരും ഓഫ് കോഴ്സ് ഗ്ലോബൽ മീഡിയ ഒന്നടങ്കം ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ കൂടെ നിന്നു. സോഷ്യൽ മീഡിയ വിപ്ലവം തന്നെയാണ് ഉണ്ടായേക്കുന്നത്. ആ വിപ്ലവത്തിൽ കടപുഴകി മോദി ഒലിച്ചു പോകും എന്ന് ഞാൻ പ്രഡിക്റ്റ് ചെയ്തു. അത് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതൊരു തുടക്കം, സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. വരാൻ പോകുന്ന വലിയ വെടിക്കെട്ടുണ്ട്. വലിയ തൃശ്ശൂർ പൂരങ്ങളെക്കാളും വലിയ മാസ്റ്റർ പൂരങ്ങൾ വരാൻ പോവുകയാണ്.
അവരെ പിന്തുണയ്ക്കുന്ന മീഡിയയും എന്നെ അതേപോലെ തെറി വിളിക്കുന്ന പല സംഘപരിവാർ അവനെ പോലും ഈ പറയുന്ന തെരുവിലിട്ട് തല്ലാൻ പോകുന്നൊരു ദിവസം ഉണ്ടാവുകയാണ്. യഥാർത്ഥ ഇന്ത്യ, അതായത് ജനാധിപത്യ ഇന്ത്യയിലെ യഥാർത്ഥ ഇന്ത്യ ഉടലെടുക്കാൻ പോകുന്നു വീണ്ടും. അതാണ് ഈ സമരം. അതായത് നമ്മൾ കംപ്ലീറ്റ് ഔട്ട്പുട്ടും എല്ലാം എടുക്കുകയാണെങ്കിൽ അതാണ് കൃത്യമായ സന്ദേശം എന്ന് പറയുന്നത്.